ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോമാണ് ഹർ കൈൻഡ്, റിട്ടൺ ബൈ ആനി സെക്സ്റ്റൺ. ആനി സെക്സ്റ്റൺ ഒരു അമേരിക്കൻ പോയറ്റാണ്, നോൺ ഫോർ ഹർ കൺഫെഷണൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അവർക്ക് 1967 പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി കിട്ടിയിട്ടുണ്ട് ഫോർ ഹർ കളക്ഷൻ ലിവ് ഓർ ഡൈ, ആൻഡ് ഷീ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ കൺഫെഷണൽ പോയട്രി. ഇനി നമുക്ക് പഠിക്കാനുള്ള പോയം നോക്കാം. ഹർ കൈൻഡ് ഇത് 3 സ്റ്റാൻസ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻസ ബൈ സ്റ്റാൻസ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ സ്വയം പറയാണ് അവളൊരു വിച്ചാണ്. വിച്ച് എന്നാൽ ഒരു മന്ത്രവാദി. സ്വയം പറയാണ്. അതെന്തുകൊണ്ടാണ്? അവൾക്ക് രാത്രി തനിയെ പുറത്തു പോകാൻ ഇഷ്ടമാണ്. ഷീസ് എ ബോൾഡ്. അവൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാ കാര്യവും ചെയ്യാനായിട്ട് അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ സ്വയം പറയാണ് ഞാനൊരു വിച്ചാണ്. പക്ഷേ സൊസൈറ്റിയാണ് ആ ഒരു പേര് അവൾക്ക്, ആ ഒരു ലേബൽ അങ്ങനെ കൊടുക്കുന്നത്. സൊസൈറ്റി തന്നെ സ്ത്രീക്ക് കുറേ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടല്ലേ, ഒരു ബൗണ്ടറി ഉണ്ട്. ഇങ്ങനെ ചെയ്യാവൂ, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഹൗസ് ഹോൾഡ് വർക്ക്സിൽ എൻഗേജ് ചെയ്യണം, കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇവൾ എഗൈൻസ്റ്റാണ്. അതിലൊന്നും ഇൻക്ലൂഡ് ആവാനായിട്ട് ഇവൾക്കൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വയം പറയാണ് ഞാനൊരു വിച്ചാണ്, അതിനൊക്കെ എഗൈൻസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ പറയാണ് ഇവൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, എല്ലാ ട്രഡീഷൻസിനും എതിരാണ്, എഗൈൻസ്റ്റ് ആണ്. ട്രഡീഷൻസ് എന്ന് പറഞ്ഞ് ഹൗസ് ഹോൾഡ് വർക്ക്സിൽ എൻഗേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനോട് ഇവൾ എഗൈൻസ്റ്റ് ആണ്. ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒന്നും ഒറ്റയ്ക്കൊരു സ്ത്രീ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. അതിനൊക്കെ എഗൈൻസ്റ്റ് ആയിട്ടാണ് ഇവൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ സ്വയം അക്സെപ്റ്റ് ചെയ്യാണ് ഷീ ഈസ് എ വിച്ച്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അവൾക്ക് രാത്രി പുറത്തേക്ക് ഒറ്റയ്ക്ക് പോവാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. കാരണം സൊസൈറ്റി തന്നെ അങ്ങനൊരു ലേബൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാണ് ഈ ഒരു സ്പീക്കർ 12 ഫിംഗേർഡ് ആണ് എന്ന് പറയുന്നു. 12 വിരലുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിച്ചസിന് 12 ഫിംഗേഴ്സ് ഉണ്ട് എന്നൊരു ബിലീഫുണ്ട്. സോ ഇവൾക്കും അതേപോലെയാണ് എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റാൻസയും എൻഡ് ചെയ്യുന്നത് സെയിം ലൈൻസിലൂടെയാണ്. ഐ ഹാവ് ബീൻ ഹർ കൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. അതിൽ പറയുന്നത് ഞാനൊരു വിച്ച് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ കേവ്സിലായിരിക്കും താമസിക്കുക അല്ലെങ്കിൽ വുഡ്സിലായിരിക്കും താമസിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൾ അവിടെയൊന്നും അല്ലല്ലോ താമസിക്കുന്നത്, ഹൗസിൽ തന്നെ അല്ലേ. അപ്പോൾ ആൻഡ് ഷീ സേസ് ദാറ്റ് അവളൊരു സാധാരണ ഒരു സ്ത്രീയാണ്, ഒരു നോർമൽ വിമൺ ആണ്, മറ്റുള്ളവരുടെ പോലെ സെയിം തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു ലേബൽ കിട്ടി, ഞാനൊരു വിച്ചാണ് എന്നൊരു ലേബൽ കിട്ടി. അതെന്തുകൊണ്ടാണ്? എല്ലാ കാര്യത്തിനെയും ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ ഒരു ലേബൽ കിട്ടിയത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു നോർമൽ വിമൻ തന്നെയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, അവരുടെ നിത്യേനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊരു നോർമൽ വിമൻ തന്നെയാണ്. പക്ഷേ സൊസൈറ്റിയാണ് എനിക്ക് അങ്ങനൊരു ലേബൽ തന്നത് എന്നാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ എന്താ നോക്കാം. ലാസ്റ്റിൽ പറയാണ് അവളൊരു സ്ട്രീറ്റിൽ ഇങ്ങനെ നിന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്വയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഫ്ലെയിംസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സ്വയം കത്തുന്ന അങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തപ്പെടുന്നു. താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ ശരീരം ആസന്നം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ഫയറിൻ്റെ ഒരു ഫൈറ്റിംഗ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അതെന്താണെന്ന് പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് മറ്റുള്ള സ്ത്രീകളെ പോലെ ഇവൾക്ക് മരിക്കാൻ പേടിയില്ല, മരണത്തിനോടൊരു ഫിയറോ ഒരു ഷെയിമോ ഒന്നും തന്നെ ഇല്ല, എന്തും നേരിടാനുള്ള ഒരു ധൈര്യമുണ്ട്. ഷീ ഈസ് എ ബോൾഡ് വിമൻ. മറ്റുള്ള സ്ത്രീകളെ പോലെ മരിക്കാനോ മരണത്തിനോടോ ഒരു പേടിയും അവൾക്കില്ല. അപ്പോൾ ഇവളൊരു പ്രൊട്ടസ്റ്ററാണ്, എല്ലാത്തിനെയും എഗൈൻസ്റ്റ് ചെയ്തുകൊണ്ട് സ്വയം ഒരു വിച്ചാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിമൺ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറെൻറ്റ് റോൾസ് ഓഫ് വിമൺ ആണ് നമുക്ക് ത്രൂ ഔട്ട് ദ പോം കാണാൻ പറ്റുന്നത്. ഒരു വിച്ചായിട്ട്, ഹൗസ് ഹോൾഡ് വർക്ക്സിൽ എൻഗേജ് ചെയ്യുന്ന ഒരു ഹൗസ് വർക്കായിട്ട്, ലാസ്റ്റ് ഒരു പ്രൊട്ടസ്റ്ററായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ ആ ഒരു സ്പീക്കറിനെ കാണാൻ പറ്റും. ഓൾ ടോട്ടലി ഷീ ഈസ് എ ബോൾഡ് വിമൻ. അതുകൊണ്ടാണ് സൊസൈറ്റി തന്നെ ഒരു വിച്ചാണ് എന്നൊരു പേര് കൊടുക്കുന്നത്. ആൻഡ് ഷീ ടു അക്സെപ്റ്റ്സ് ദാറ്റ് ഷീ ഈസ് എ വിച്ച്. ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ്. If you have any doubt regarding this, ask in the comment section. ഞാൻ മറ്റ് പേപ്പേഴ്സിലെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കുക. താങ്ക് യു.